ഏപ്രിൽ 9-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് തമിഴ്നാട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള വിഷയം സുപ്രീം കോടതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വിഷയത്തിൽ സുപ്രീം കോടതി വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, പ്രത്യേകിച്ച് ഗവർണർമാർക്ക് ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുകൂടി മനസ്സിലാക്കാം. ഇപ്പോൾ സുപ്രീം കോടതി തമിഴ്നാട് ഗവൺമെൻറ്റും ഈ ഒരു തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതായത് തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമം പാസ്സാക്കും, ഗവർണർക്ക് ഒപ്പിടാൻ വേണ്ടി നൽകും. പക്ഷെ ഗവർണർ ഒപ്പിടാതെ അത് കയ്യിൽ വെക്കും. 1, 2, 3 വർഷമൊക്കെ കയ്യിൽ വെച്ചതിന് ശേഷം പ്രസിഡന്റിന് റിസർവ് ചെയ്യും. ഇങ്ങനെ 10ഓളം ബില്ലുകളിൽ ഒപ്പിടാതെ കയ്യിൽ വെച്ച നടപടിയെ ചോദ്യം ചെയ്തിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് തമിഴ്നാട് ഗവൺമെന്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവർണറുടെ നടപടി അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഗവർണർ ചെയ്യുന്നത്. അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള ബില്ലിനെ മാസങ്ങളോളം കയ്യിൽ വെക്കുകയും അതിനുശേഷം മാത്രം പ്രസിഡന്റിന് റിസർവ് ചെയ്യുകയും പിന്നീട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ റീപാസ് ചെയ്ത് നൽകുന്ന സമയത്ത് അത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിലേക്കും വരുന്ന ഒരു സാഹചര്യം വളരെ മോശം സാഹചര്യമാണെന്നുള്ള രീതിയിലാണ് കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയിട്ട് ഗവർണറുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ അതിന് അസെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രസിഡന്റിന്റെ റിസർവേഷൻ കൊടുക്കുക, അല്ലാതെ ഇതിങ്ങനെ കയ്യിൽ വെക്കുക എന്നുള്ള രീതിയിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസിഡന്റ് ഓൾറെഡി ബില്ലുകളിൽ അസെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ മേലെയുള്ള പ്രസിഡന്റിന്റെ ആക്ഷൻസ് വോയിഡ് ആണ് എന്നുള്ള രീതിയിലും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉത്തരവ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഗവർണർക്ക് മേലെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, അത് തമിഴ്നാട് ഗവർണറിന്റെ മേലെ മാത്രമല്ല മൊത്തത്തിലുള്ള ഇന്ത്യയിലെ മൊത്തമുള്ള ഗവർണർമാർക്ക് മേലെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ആർട്ടിക്കിൾ 200 പ്രകാരം, അതായത് ഗവർണർ ഒരു ബില്ലിൽ അസെന്റ് ചെയ്യണം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 200. ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയിട്ട് ഗവർണറുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്, ഗവർണർ കൂടി ഒപ്പിട്ടാലാണ് അത് ആക്ട് ആയിട്ട് നിയമപരമായിട്ട് നിലവിൽ വരിക. അപ്പോൾ ആക്ട് ആയി മാറണമെങ്കിൽ ഗവർണറുടെ അസെന്റ് വേണം. അതൊരു റീസണബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ ചെയ്യണം, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്യണം എന്നാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു ഗവർണർക്ക് മാക്സിമം അദ്ദേഹത്തിന്റെ അസെന്റ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മാക്സിമം 1 month ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതും സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ അഡ്വൈസേഴ്സിന്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ്. ഇഫ് ദ ഗവർണർ ക്യാബിനറ്റിന്റെ തീരുമാനത്തോട് എതിർപ്പാണ്, അദ്ദേഹത്തിന് അതിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുവാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ അദ്ദേഹം ബില്ല് തിരിച്ച് നിയമസഭയിലേക്ക് വിടണം എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് ഒപ്പിടാതെ ബില്ല് കയ്യിൽ വെക്കാൻ വേണ്ടി പറ്റുക 1 മാസം, അത് ക്യാബിനറ്റ് അഡ്വൈസ് പറയാണ്. ഇപ്പൊ തൽക്കാലം ഒപ്പിടണ്ട എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവർണർ ആ ഒരു ബില്ലിനോട് എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ആ ബില്ലിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ട് എന്നൊക്കെ ഗവർണർക്ക് തോന്നുവാണെങ്കിൽ ഗവർണർക്ക് പറയാം, ഈ ബില്ലിൽ ഞാൻ ഒപ്പിടില്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് ഗവർണർ 3 മാസത്തിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് ഇങ്ങനെ റിട്ടേൺ ചെയ്ത ബില്ലുകൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വീണ്ടും പാസ്സാക്കി കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഗവർണർ മാക്സിമം 1 മാസത്തിനുള്ളിൽ ആ ബില്ലിൽ അസെന്റ് ചെയ്യണം. ഗവർണർക്ക് രണ്ടാമത് പാസ് ചെയ്ത ബില്ലിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സുപ്രീം കോടതി ഗവർണർമാരെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ ഗവർണർമാർ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്, അതായത് കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, അല്ലാതെ ഇതിന് തടസ്സമായി നിൽക്കുന്ന ഒബ്സ്റ്റക്കിൾസ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ ഒരിക്കലും അസെന്റ് വിത്ത്ഹോൾഡ് ചെയ്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബില്ല് ഒപ്പിടാതെ പോക്കറ്റിൽ വെച്ചിട്ട് എത്ര കാലം വരെ നടക്കാം എന്നുള്ളതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഈ ഒരു പോക്കറ്റ് വീറ്റോ ഗവർണർക്ക് ഇല്ല എന്നും സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ വേണം കോടതി ഗവർണർമാർ പ്രവർത്തിക്കാൻ എന്നും സുപ്രീം കോടതി വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി ഇതിനൊരു ഇന്റർപ്രിട്ടേഷൻ ആയി എടുത്തതെന്ന് വെച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇത്തരത്തിലുള്ള ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ബില്ലുകളെ ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്, അസെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രൊവിഷൻ എടുക്കുമ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗവർണർമാർക്ക് ബില്ലുകളുടെ മേലെ എന്തില്ല, ഡിസ്ക്രിഷണറി പവർ ഇല്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി ക്യാബിനറ്റ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു ബോഡി മാത്രമാണ്
ഗവർണർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റേറ്റ് ഓട്ടോണമി അതുപോലെ തന്നെ ഫെഡറലിസത്തിന്റെ ഒരു വലിയ വിജയമായിട്ടാണ് കാണുന്നത്. തമിഴ്നാടിന്റെ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളുടെയും ഒരു വിജയമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ജഡ്ജ്മെന്റിനെ കാണുന്നത്. ഗവർണർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നൽകി എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അടുത്തത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം ഹോം മിനിസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സെൻട്രൽ ഹോം മിനിസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്താണ് ഇമ്പാക്ട് ഉണ്ടായത് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെയൊക്കെ ഹോം മിനിസ്ട്രിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ സമയത്ത് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് സമയത്ത് അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഇഷ്യൂ സമയത്തൊക്കെ കൃത്യമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനം തന്നെ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എത്ര നന്നായിട്ട് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ ഒരു ഹോം മിനിസ്ട്രീസ് ഒക്കെ ഇത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെന്റിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതല്ലാതെ ലോങ് ടേം സൊല്യൂഷൻസ്, ഇത്തരത്തിലുള്ള ക്രൈസിസ് എങ്ങനെ ഉണ്ടാവാതിരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ഹോം മിനിസ്ട്രിയിൽ കാര്യമായിട്ടുള്ള റീഫോംസ് നടക്കുന്നുണ്ട് എന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റിന് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും സ്ട്രക്ചർ ആയിട്ടുള്ള റീഫോംസ് കൊണ്ടുവന്നു ഹോം മിനിസ്ട്രിയിൽ. നിലവിലുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്ന് കൂടി ഓർത്ത് വെക്കാം. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പ്രീവിയസ്ലി ഒരു ക്രൈസിസ് റെസ്പോൺസ് ബോഡി ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. കാരണം ഒരു കലാപം ഉണ്ടാകുമ്പോൾ, ഒരു ഇൻസർജൻസി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന ഒരു ബോഡി ആയിട്ടാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അതിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുകയും കുറച്ചുകൂടി റോബസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം മിനിസ്ട്രിക്ക് കഴിയുന്നതാണ്. അപ്പോൾ മിനിസ്ട്രി നിലവിൽ കൗണ്ടർ ടെററിസം ലോസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഏജൻസീസിനെ കൂടുതൽ മോഡർണൈസ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ ഇന്റലിജൻസും കോർഡിനേഷൻ എഫേർട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പോൾ ഈ ഒരു എഫേർട്ടുകളെല്ലാം തന്നെ ഒരു ഫ്യൂച്ചർ റിക്വയർമെന്റിനെ നോക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് 27ഓളം ലെജിസ്ലേറ്റീവ് റീഫോംസ് ആണ് 2019 മുതൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫ്രെയിംവർക്കിനെ തന്നെ ഷേപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതുപോലെ UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ട എഫേർട്ടുകളെല്ലാം തന്നെ കൗണ്ടർ ടെററിസം മെഷേഴ്സിനെയും മറ്റുമൊക്കെ അതുപോലെ തന്നെ ഈ ഒരു ടെറർ ഗ്രൂപ്പുകൾക്കുള്ള ഫൈനാൻഷ്യൽ റെസ്ട്രിക്ഷൻസിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആന്റി ടെറർ ലോസ് ഒക്കെ കൊണ്ടുവന്നതോടുകൂടി ഇന്ത്യയിൽ ഈ ടെററിസം ആക്ടിവിറ്റീസ് ഒരുപാട് കുറഞ്ഞു എന്നത് മാത്രമല്ല ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ ചെയ്യുകയും ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിസ്ട്രി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോലീസ് മോഡർണൈസേഷൻ, ഫോറൻസിക് ലബോറട്ടറികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റാണ് ഈ റീഫോംസ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് കോൺഫ്ലിക്ട് സോണുകളും വയലൻസുകളും ഒക്കെ കാര്യമായിട്ടുള്ള ഒരു കുറവ്, ഈവൻ കാശ്മീരിലും നോർത്ത് ഈസ്റ്റിലും നക്സൽ അഫക്റ്റഡ് ഏരിയാസിലൊക്കെ വയലൻസ് 70% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പീസ് ഇനീഷ്യേറ്റീവ്സ് പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 ഡയല്യൂട്ട് ചെയ്തതും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട പീസ് എഗ്രിമെന്റുകളും എല്ലാം തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട്. നക്സൽ അഫക്റ്റഡ് റീജിയൻസിൽ ആയിക്കഴിഞ്ഞാലും സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. കൂടുതൽ സെക്യൂരിറ്റിയും ഡെവലപ്മെന്റൽ എഫേർട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ സ്റ്റെപ്പുകൾ കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ആവുന്നത് കുറെ കൂടി സേഫ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ലാൻഡ്സ്കേപ്പ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ US ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ചസ് പ്രത്യേകിച്ചും അവരുടെ പോളിസി ചേഞ്ചസ് എങ്ങനെയാണ് ലോകത്തെ ബാധിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, നമുക്ക് നോക്കാം. US ഗവൺമെന്റ് ഓൾറെഡി അത് പോളിസീസിൽ മാറ്റം വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഗ്ലോബൽ റിസർച്ചിലൊക്കെ US ഗവൺമെന്റ് അല്ലെങ്കിൽ US എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ്. അപ്പോൾ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസ് റിസർച്ച് മേഖലയിലൊക്കെ
കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ട്രംപിന്റെ കാലഘട്ടത്തിൽ ട്രംപ് ട്രേഡ് വാറിന്റെ കൂടെ തന്നെ ഫണ്ടിങ് കട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ടുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസർച്ച് സെന്റേഴ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അക്കാദമിക് അഫയേഴ്സിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി യുഎസിന്റെ ഹയർ എഡ്യൂക്കേഷൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യും. ജോബുകൾ കുറയുന്നതിന് കാരണം, ലേ ഓഫ് വർദ്ധിക്കുന്നതിന് കാരണം അക്കാദമിക് ഫ്രീഡത്തിന്റെ മേലിൽ ഒരു കടന്നുകയറ്റമായിട്ടൊക്കെ മാറും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഏർലി കരിയർ റിസർച്ചേഴ്സിനെ നോക്കുന്ന സമയത്ത്, അതായത് തുടക്കക്കാരായിട്ടുള്ള റിസർച്ചേഴ്സിനെ നോക്കുന്ന സമയത്ത് അവർക്ക് ജോബ് കട്ടുകളും ഫണ്ടിങ് ഫ്രീസുകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് കാര്യമായിട്ട് അവരുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. കൂടാതെ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. പ്രത്യേകിച്ചും റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ടാവുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും മറ്റുമൊക്കെ യുഎസ് ഒരു ഡോക്ടറൽ സ്റ്റഡീസിന് അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിന് ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ യുഎസിലെ പ്രത്യേകിച്ചും റിസർച്ചേഴ്സിന്റെ മനസ്സിൽ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. അതായത് ഒരുപാട് ആൾക്കാരെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോയിട്ട് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യുഎസിലെ ഈ റിസർച്ച് സെക്ടറിന്റെ ഈ ഒരു കൊളാപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ അക്കാദമിക്കിനെയും ബാധിക്കും എന്നുള്ളതാണ്. അതായത് റിസർച്ചേഴ്സ് അമേരിക്കയെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് കണക്കാക്കാതെ യൂറോപ്പ്, ചൈന, സൗത്ത് കൊറിയ, കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. പ്രത്യേകിച്ച് ഓൾറെഡി ജർമ്മനിയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഫ്ലോ ചെയ്തിട്ടുണ്ട്. കാരണം അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ചിനുള്ള സേഫ് ഹെവൻസ് ഒക്കെ ആയിട്ടാണ് ജർമ്മനിയും ഫ്രാൻസും ഒക്കെ കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ടോപ്പ് ടയർ റിസർച്ചേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മേഖലയായിട്ട് ഇത് മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ നിലവിലുള്ള ടാലന്റ് ഡിസ്ട്രിബ്യൂഷനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് കാരണമാകും. അതുവഴി ഗ്ലോബൽ അക്കാദമിക് സ്ട്രക്ചറിനൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇതിനൊരു ലോങ് ടേം എഫക്റ്റും പറയുന്നുണ്ട്. കാരണം ലോങ് ടേം ആയിട്ടുള്ള ഗ്ലോബൽ എഫക്റ്റുകൾ ട്രംപിന്റെ പോളിസിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാസി പോളിസീസ് 1930കളിൽ കൊണ്ടുവന്ന പല നയങ്ങളും അന്നത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അക്കാദമിക് സാഹചര്യങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പോസ്റ്റ് കോവിഡിലെ ബഡ്ജറ്റ് ഡെഫിസിറ്റുകൾ യൂറോപ്പിലും അതുപോലെ ഡിഫൻസ് ബഡ്ജറ്റ് പ്രഷേഴ്സും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ളതും ഒക്കെ റിസർച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലിമിറ്റേഷൻസ് ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കാണുന്നത് വെച്ചാൽ ഒരുപാട് സ്കോളേഴ്സ് ഈ യുഎസിൽ പോയ ആൾക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയിലെ അക്കാഡമിക് എൻവയോൺമെന്റിനെയും ജോബ് മാർക്കറ്റിനെയും ഒക്കെ പൊട്ടൻഷ്യലി ഇമ്പാക്ട് ചെയ്യും എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്തയാണ് ജുഡീഷ്യൽ ഓർഡേഴ്സുമായി ബന്ധപ്പെട്ട്. കോടതി പല പല ഓർഡേഴ്സ് കൊണ്ടുവരാറുണ്ട് അല്ലെ. ഈ ഓർഡറുകൾ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് ആരും ചെക്ക് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ അത്തരം ഒരു വിഷയത്തെയാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇപ്പൊ കോടതിയിൽ റീസെന്റ് ആയിട്ട് ജയ്പൂർ നടന്നിട്ടുള്ളതാണ്. അവിടെ എയർ ഹോൺ യൂസേജിന് ബസ്സുകളിലും ട്രക്കുകളിലും എയർ ഹോൺ യൂസ് ചെയ്യുന്നതിന് തടഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലേറ്റ് അവേഴ്സിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എയർ ഹോണുകൾ മേജർ റോഡുകളിൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നും ഹോണുകൾ തുടർച്ചയായി അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഈ ഒരു ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫെയിൽഡ് ആയി എന്നാണ് ഓർഡർ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോടതി ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാലും അതിനെ പ്രാക്ടിക്കലി എൻഫോഴ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഇല്ല എന്നുള്ളതാണ്. വളരെ വീക്ക് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് അത് ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യാൻ കാരണമാകുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫീഷ്യന്റ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചാലഞ്ചസിനെ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ബോഡീസ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വയലേഷൻസിനെ മൈനർ വയലേഷൻസ് ആയിട്ട് കണക്കാക്കി അങ്ങ് ഒഴിവാക്കുവാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ജുഡീഷ്യറിയുടെ ഓവർസൈറ്റ് ആവശ്യമുണ്ടോ? കാരണം ജുഡീഷ്യൽ ഓർഡർ ഇറക്കുമ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ജുഡീഷ്യറിയുടെ ഒരു ഓവർസൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഓർഡർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഡേഴ്സ് ഫീസിബിൾ ആണോ, അത് നടപ്പിലാക്കാൻ പറ്റുമോ, നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് തമിഴ്നാടുവിലെ ലിക്കർ ബാൻ കേസ് വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഓവർസൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വളരെ സിവിയർ ആണ്. ഉദാഹരണത്തിന് പല കോമൺ കോസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, പാസീവ് യുത്തനേഷ്യ കേസുകളിലൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ താജ് ട്രപ്പീസിയം സോൺ ഡയറക്റ്റീവ്സിലെ ഇന്റർ ഏജൻസി കൊളാബറേഷൻസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും എയർ ക്വാളിറ്റി മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ട് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇംപ്ലിമെന്റേഷൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എൻഫോഴ്സ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഈ ഓർഡറുകൾ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോൺ കോംപ്ലൈന്റ് ആണെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാവണം. അതുപോലെ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള മോണിറ്ററിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുകളാണ്
ചെയ്യേണ്ടതായിട്ടുള്ളത് ജുഡീഷ്യൽ ഡയറക്റ്റീവ്സ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിന്റെമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും കോടതിയിലേക്ക് നൽകുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് വിവിധ ഏജൻസികൾ തമ്മിലുള്ള കൊളാബറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ജുഡീഷ്യൽ ഡിസിഷൻസ് കൃത്യമായിട്ട് റിയൽ വേൾഡ് ആക്ഷൻസ് ആയി മാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായിട്ടുള്ള എഫേർട്ടുകൾ വേണം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, പബ്ലിക് എൻഗേജ്മെന്റ്, എന്ത് ഉത്തരവിറക്കി കഴിഞ്ഞാലും അതിനെ ജനങ്ങൾ ബഹുമാനിക്കുകയും അത് ജനങ്ങൾ അനുസരിക്കുകയും ചെയ്തെങ്കിൽ ഒരുപാട് വയലേഷൻസിനെ കുറക്കാൻ വേണ്ടി പറ്റും. അതും ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക്കിനെ അവെയർ ആക്കുക, അവരെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ളതാണ് ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയിൽ ആക്റ്റീവ് മൊബിലിറ്റി ആവശ്യമാണോ എന്നുള്ളതാണ്. എന്താ ഈ ആക്റ്റീവ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള അല്ലാതെ നമ്മൾ ഹ്യൂമൻ ആക്ഷൻസ് കാരണം മൂവ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സൈക്കിൾ ചവിട്ടുന്നതിനൊക്കെയാണ് ആക്റ്റീവ് മൊബിലിറ്റി, അല്ലെങ്കിൽ വാക്കിങ്ങിനെയൊക്കെയാണ് ആക്റ്റീവ് മൊബിലിറ്റി എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് മോട്ടോറൈസ്ഡ് അല്ലാതെ നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ്, മൊബൈൽ മൂവ് ചെയ്യുന്നതിനെയാണ് പറയുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മെട്രോ സിറ്റീസിലൊക്കെ ആക്സിഡന്റൽ ഡെത്തുകൾ കൂടുതലാണ്. ഒരുപാട് ഇഞ്ചുറീസ് പെഡസ്ട്രിയൻസിന് ഉണ്ടാവുന്നുണ്ട്, സൈക്ലിസ്റ്റുകൾക്ക്, സ്ട്രീറ്റ് ഹോക്കേഴ്സിനൊക്കെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? ഇവരെല്ലാം റോഡിന്റെ മുകളിലാണ് ഈ ഒരു അപകടങ്ങളും ഉണ്ടാവുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് ലെയിൻസ് പെഡസ്ട്രിയൻസിനും സൈക്ലിസ്റ്റിനും കൊടുക്കാറുണ്ട് പല സ്ഥലങ്ങളിലെങ്കിൽ പോലും ആക്സിഡന്റ് വേർതികളുണ്ട്. അതായത് അൺസേഫ് ആയിട്ടുള്ള പാത്വേസ് ആണ് ഈ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മൊബിലിറ്റി യൂസേഴ്സിന് ബുദ്ധിമുട്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഈ ആക്റ്റീവ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ദാറ്റ് യൂസ് ഹ്യൂമൻ പവർ, മനുഷ്യന്മാരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് വാക്കിംഗ്, നടക്കുക, സൈക്ലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ സ്കേറ്റ് ബോർഡിംഗ് ചെയ്യുക, ഇതിനൊക്കെ ആക്റ്റീവ് മൊബിലിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു മോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീക്രിയേഷണൽ പർപ്പസിന് അല്ലാതെ, നമ്മൾ വെറുതെ ഓടുന്നു നടക്കുന്നു എന്നല്ലാതെ ട്രാവൽ പർപ്പസിന് യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ ആക്ടിവിറ്റി മൊബിലിറ്റി എന്ന രീതിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രാഫിക് കൺജഷൻ ഉള്ള സ്ഥലങ്ങളിൽ, പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത്, ഹെൽത്ത് കൺസേൺസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പെഡസ്ട്രിയൻ ഡെത്തുകളൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ആക്റ്റീവ് മൊബിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ പോളിസീസ്, നാഷണൽ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പോളിസി, സ്മാർട്ട് സിറ്റീസ് മിഷൻ ഒക്കെ ഇത്തരത്തിലുള്ള ആക്റ്റീവ് മൊബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. പാരീസ് എഗ്രിമെന്റിലും ക്ലൈമറ്റ് എഗ്രിമെന്റിലും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബിലിറ്റി, കാർബൺ എമിഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബംഗളൂരുവിലാണ് ഫസ്റ്റ് ബൈസൈക്കിൾ മേയർ സത്യാശങ്കരൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കർണാടക ആക്റ്റീവ് മൊബിലിറ്റി ബില്ല് അവർ ഡ്രാഫ്റ്റ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുക. മറ്റ് സ്റ്റേറ്റുകളിലും ഡൽഹി, പൂനെ, ചെന്നൈ, കൊച്ചി തുടങ്ങിയുള്ള വേഗം ആക്റ്റീവ് മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്, സൈക്ലിംഗ് ലൈനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രീറ്റുകൾ, ബൈക്ക് ഷെയറിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സൈക്ലിംഗ് എടുക്കാൻ വേണ്ടി പറ്റും റെന്റ് ബേസിസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. ആക്റ്റീവ് ബെനിഫിറ്റ്, റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കുറക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹായിക്കും. കാർഡിയോവാസ്കുലർ ഹെൽത്തും മെന്റൽ വെൽബീയിങ്ങിനും സഹായിക്കും. എക്കണോമിക് ബെനിഫിറ്റുകളുടെ ആക്റ്റീവ് മൊബിലിറ്റി ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ കുറക്കും, ഫ്യൂൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻഡിച്ചേഴ്സ് കുറക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഹെൽത്ത് കെയർ കോസ്റ്റുകൾ കുറക്കുന്നതിന് വേണ്ടും പബ്ലിക് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബിസിനസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫുഡ് ട്രാഫിക്കിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. എൻവയോൺമെന്റൽ ബെനിഫിറ്റുകളുണ്ട്, വോക്ക് ചെയ്യുന്നതും സൈക്ലിങ്ങും ഒക്കെ തന്നെ നമുക്ക് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി ശ്രമിക്കും. മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ എമിഷൻസ് തീരെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വൈബ്രന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള സിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനും ആക്റ്റീവ് മൊബിലിറ്റി സഹായിക്കുന്നതാണ്. അതുവഴി എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും വേണ്ടും ക്ലൈമറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള urban എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും അഡീക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ്. പെഡസ്ട്രിയൻസും സൈക്ലിസ്റ്റുകളും എല്ലാം തന്നെ റോഡുകളിലൂടെ പോകണം, അത് ആക്സിഡന്റിന് കാരണമാവുന്നുണ്ട്. പലപ്പോഴും അതിന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 85% റോഡുകളിലും മിനിമം സേഫ്റ്റി റിക്വയർമെന്റ്സ്, ഒരു വാക്ക് ചെയ്യുന്ന ആൾക്കോ സൈക്കിൾ ചെയ്യുന്ന ആൾക്കോ ഉള്ള മിനിമം സേഫ്റ്റി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ല. ലോ കോസ്റ്റ് ആയിട്ടുള്ള മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ വാക്കിങ്ങിനെ അധികം പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്നാണ് ഇവിടുത്തെ ഹാഷ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസും മറ്റൊരു കാരണമാണ്. അതുപോലെ കാറ്റും മഴയും ഒക്കെയുള്ള കാലത്ത് ആൾക്കാരും നടക്കാൻ ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള ട്രാവലിങ്ങും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള ആക്റ്റീവ് മൊബിലിറ്റിയിൽ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ആക്റ്റീവ് മൊബിലിറ്റിക്കുള്ള ചാലഞ്ചസ്. ബട്ട് സ്റ്റിൽ നമ്മുടെ എക്കണോമിയിൽ അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പല റീജിയൻസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക ട്രാക്ക് ഉണ്ടാവും, ബൈക്കുകൾക്ക് വേണ്ടിയിട്ട്. കൂടാതെ ഇത് കാറുകളും ബൈക്കുകളും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കാറും ബൈക്കും ഒന്നുമില്ല, നടന്നിട്ട് ഒരാൾ ഓഫീസിലൊക്കെ വരുമ്പോൾ അയാൾക്ക് ഒരു വിലയില്ലാത്ത പോലെ ഉണ്ടാവും. ആ ഒരു പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഹൈ ട്രാഫിക് കൺജഷൻ, അതുപോലെ തന്നെ വീക്ക് എൻഫോഴ്സ്മെന്റ് ഓഫ് ട്രാഫിക് റൂൾസ്, അത് ആക്റ്റീവ് മൊബിലിറ്റിയെ
അൺസേഫ് ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെതർലൻഡിലെ 35,000 കിലോമീറ്റർ ഡെഡിക്കേറ്റഡ് സൈക്ലിംഗ് ലൈൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സൈക്ലിങ്ങിനെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ലീഡറാണ് നെതർലൻഡ് എന്ന് പറയുന്നതായിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനിലും വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ വലിയ പ്രൊമോഷനാണ് നൽകുന്നതായിട്ടുള്ളത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മെത്തേഡുകളെ എൻകറേജ് ചെയ്യും. ആക്റ്റീവ് മൊബിലിറ്റിയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജർമ്മനിയിലെ ബെർലിനിലെ മൊബിലിറ്റി ആക്ട് ഉണ്ട്. അതായത് സൈഡ് വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്ലിംഗ് ലൈനുകൾ വേണം, സ്പീഡുകൾ കുറക്കണം, സിറ്റികൾക്കകത്ത് പെഡസ്ട്രിയൻസിനും സൈക്ലിസ്റ്റിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പെഡസ്ട്രിയൻസിനും സൈക്ലിസ്റ്റിനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് urban പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സൊല്യൂഷൻ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അടുത്തത് ഇന്ത്യയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏകദേശം 22,000 കോടി 23,000 കോടിയുടെ അടുത്തുള്ള ഒരു സ്കീം ഇലക്ട്രോണിക് പാർട്ടുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നോട്ടിഫൈ ചെയ്തു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് 23,000 കോടി രൂപയോളം 22,919 കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് കോമ്പോണന്റ് മാനുഫാക്ചറിംഗിന് വേണ്ടിയുള്ള സ്കീം 6 വർഷം കൊണ്ട് നടപ്പിലാക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും പാസീവ് കോമ്പോണന്റുകൾ ഇലക്ട്രോണിക്സിന് ആവശ്യമായിട്ടുള്ള പാസീവ് കോമ്പോണന്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻസെന്റീവ്സ് നൽകുക എന്നുള്ളതാണ്. അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അവരുടെ ടേൺ ഓവർ ഒക്കെ അനുസരിച്ചാണ് ഇൻസെന്റീവ്സ് 1% മുതൽ 10% വരെ നൽകും. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ടും അതുപോലെ തന്നെ ടേൺ ഓവറിന്റെ എമൗണ്ടും അനുസരിച്ചുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് സബ് അസംബ്ലീസും അതുപോലെ കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ കോമ്പോണന്റുകൾ വിദേശത്ത് വന്ന് നമ്മുടെ രാജ്യത്ത് അസംബ്ലി മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് വർക്ക് ചെയ്യുന്ന ഐറ്റം ഉണ്ടാക്കും. ഈ സബ് കോമ്പോണന്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. അപ്പൊ അതിന് പകരം സബ് കോമ്പോണന്റ് ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെ സബ് കോമ്പോണന്റ് ചിപ്പുകൾ എല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ കറന്റ് ഡൊമസ്റ്റിക് വാല്യൂ ആഡഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ 18%. ചൈനക്കും മറ്റുമൊക്കെ 38% അവരുടെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത കോമ്പോണന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് വാല്യൂ 2030 ഡബിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, സോയൂസ് സ്പേസ് ക്രാഫ്റ്റ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ലോഞ്ച് ചെയ്തു. അതിൽ 2 റഷ്യൻസും ഒരു അമേരിക്കൻ ആസ്ട്രോനട്ടും ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു വാർത്തയിൽ 2 സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒന്ന്, റഷ്യ എന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിൽ അമേരിക്കൻ ആസ്ട്രോനട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അമേരിക്ക റഷ്യയും തമ്മിൽ വലിയ പ്രശ്നമാണ്, സാങ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ റഷ്യയും അമേരിക്കൻ ആസ്ട്രോനട്ടുകളും ഒന്നിച്ചാണ് പോയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോയൂസ് സ്പേസ് ക്രാഫ്റ്റ് ബൈക്കനൂർ കോസ്മോഡ്രോം കസാക്കിസ്ഥാനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഒരു അമേരിക്കൻ ആസ്ട്രോനട്ടും 2 റഷ്യൻ കോസ്മോനട്ടുകളാണ്. ആസ്ട്രോനട്ടിനെ അമേരിക്കയിൽ ആസ്ട്രോനട്ട് എന്നും റഷ്യയിൽ കോസ്മോനട്ട് എന്നാണ് വിളിക്കുന്നത്. അതാണ് പേര്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ 80th ആനിവേഴ്സറി ഓഫ് വേൾഡ് വാർ 2 ഒരു മാർക്കിംഗ് ആയിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നതായിട്ടുള്ളത്. ആസ്ട്രോനട്ടുകൾ 50ഓളം സയന്റിഫിക് എക്സ്പെരിമെന്റുകൾ നടത്തും. ഡിസംബർ 9 അവർ തിരിച്ചു വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ ബൈക്കനൂർ എന്ന് പറയുന്നത് കസാക്കിസ്ഥാനിലാണ്. പക്ഷെ ഓർത്ത് വെക്കുക, അത് റഷ്യയുടെ നിയന്ത്രണം. പണ്ട് USSR ഉണ്ടാകുന്ന സമയത്ത് അത് USSRന്റെ കീഴിലുള്ളതായിരുന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ USSR കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് ഈ ബൈക്കനൂറിനെ റഷ്യ റെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കണം. അവിടെ തന്നെയാണ് റഷ്യയുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുള്ളത്. ഓർത്ത് വെക്കുക, ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ ഭയങ്കര ബദ്ധവൈരികളാണെങ്കിൽ പോലും സ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ സ്പേസ് കോർപ്പറേഷൻ ആണ് വളരെ കുറച്ച് ഏരിയകളിൽ മാത്രമാണ് ഇന്നും റഷ്യയും അമേരിക്കയും തമ്മിൽ സഹകരണം നടക്കുന്നത്. അതിൽ ഒരു മേഖലയാണ് സ്പേസ് കോർപ്പറേഷൻ. അതുകൊണ്ടാണ് 2 രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ചു പോകുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ബിംസ്റ്റെക്കുമായി ബന്ധപ്പെട്ടാണ്. ബിംസ്റ്റെക് മീറ്റിംഗിന് പോയി. ബിംസ്റ്റെക്കിന്റെ മീറ്റിംഗ് നമ്മുടെ പ്രധാനമന്ത്രി പോയി. അതിനുശേഷം ബിംസ്റ്റെക് മീറ്റിംഗിന്റെ ചർച്ചകൾക്ക് ശേഷം ബാങ്കോക്കിലെ വിവിധ ലോകരാജ്യങ്ങളിലെ നേതാക്കളുമായിട്ട് ഇന്ത്യ സംസാരിച്ച കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പോൾ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടിയായിരുന്നു. നമ്മൾ ഓൾറെഡി ഈ ഒരു വിവരം ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്ത്യ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ എടുക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.